This deal is with the devil. എമ്പുരാൻ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പണം വാരി സിനിമയായിട്ട് മാറി. പക്ഷേ ലൂസിഫറിന്റെ റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിനൊരു കാരണം ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്കുള്ളതുപോലെ ഒരുപാട് മാസ് സീനുകൾ അബ്രഹാം ഖുറേഷിക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ പറയുന്ന ഈ സീൻ ഇങ്ങനെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ലൂസിഫറിനെക്കാളും ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയായി മാറിയേനെ എമ്പുരാൻ. സ്റ്റൈലിഷ് എബ്രഹാം ഖുറേഷി ആയിട്ട് പെർഫോമൻസ് കൊണ്ട് ലാലേട്ടൻ മികച്ചു നിന്നു. പ്രത്യേകിച്ച് ഇൻട്രോ സീനിലും ഗോവർദ്ധന്റെ സീനിലും ഫേസ് റിവീലിംഗ് സീനിലും പിന്നെ ഫൈനൽ ബ്ലാസ്റ്റ് സീനിലും ഇബ്രാഹിം ഖുറേഷി ആയിട്ട് കലക്കി എന്ന് വേണം പറയാൻ. പക്ഷെ പൊളിച്ചടിക്കൂ എന്ന് ചോദിച്ചാൽ ഇല്ല. KGF പുഷ്പ പോലത്തെ ഹീറോസിന്റെ സ്വാഗ് ആക്ടിങ് ഒരു 10 വർഷം കഴിഞ്ഞ് കണ്ടാൽ നമുക്കൊരു കോമഡി പീസ് പോലെ തോന്നും. പക്ഷെ ലാലേട്ടൻ മാസ് സീൻസ് ഒക്കെ വളരെ സബ്ഡ്യൂഡ് ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ഫേസ് റിവീൽ ചെയ്യുന്ന സീനിൽ പുഷ്പയാണ് ആ റോൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരു വെല്ലുവിളി ആറ്റിറ്റ്യൂഡിൽ ഓവർ ആക്ടിംഗ് ഒക്കെ കൊടുത്തേനെ. ഇവിടെ ഖുറേഷിയുടെ പെർപ്പസ് ഫേസ് റിവീൽ ചെയ്ത് ഒരു എസ്കേപ്പ് പ്ലാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓവർ ആക്ടിംഗ് കൊടുക്കാതെ സബ്ഡ്യൂഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് സീനിൽ ഹെലികോപ്റ്റർ ബ്ലാസ്റ്റ് പൊട്ടിത്തെറിക്കുമ്പോൾ അബ്രഹാം ഖുറേഷി മുഖം തിരിക്കുന്നുണ്ട്. ഇതൊരു സ്വാഭാവിക റിയാക്ഷനാണ്. എന്നാൽ പോലും ഇബ്രാഹിം ഖുറേഷി പൊളിച്ചടുക്കി എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും സ്റ്റീഫൻ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ അബ്രഹാം ഖുറേഷിയിൽ നിന്ന് ഓഡിയൻസ് പ്രതീക്ഷിച്ചത് ഒരു ഡെവിളിഷ് ക്യാരക്ടറിനെയാണ്. ഒരു സ്റ്റൈലിഷ് മാസ് എലമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സ്റ്റൈലിഷ് ഡയലോഗ്സ് ഉള്ള അബ്രഹാം ഖുറേഷിയാണ് ഫാൻസ് പ്രതീക്ഷിച്ചത്. ഇതിന്റെ കുറവ് റൈറ്റിംഗിലുണ്ട്. ഗോവർദ്ധൻ സീനിൽ കാണിച്ച മാസ് ഡയലോഗ് അത് കഴിഞ്ഞ് വരുന്ന സ്വാഗ്, അതുപോലത്തെ സീനാണ് സിനിമയിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചത്. ഓഡിയൻസിന് ഒരു ഗോഡ് ഫാദറിനെ അല്ല വേണ്ടത്, ഒരു ലൂസിഫറിനെയാണ് വേണ്ടത്. ഒരു ഉദാഹരണം പറയാം. കാർഗോഷിലെ കബൂക കാർട്ടലുമായിട്ടുള്ള ഒരു സീനിൽ കബൂക കാർട്ടലിനെ കൊല്ലുന്നതിന് മുമ്പേ ഒരു മാസ് ഡയലോഗിന് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അതൊരു ഗോൾഡൻ മിസ് ആയിരുന്നു. കാരണം ബാക്കി എല്ലാ സെറ്റിംഗ്സും കറക്റ്റാണ്. ഒരു ഫേസ് ഓഫ് മീറ്റിംഗ്, പഴയ തകർന്ന പള്ളി, US ആർമി, ഫേസ് റിവീൽ ചെയ്യുന്നു, എതിരാളികളാൽ വളയപ്പെടുന്നു, ബ്ലാസ്റ്റ്, എസ്കേപ്പ് പ്ലാൻ, എല്ലാം സെറ്റ്. ഇതിനെല്ലാം പുറത്ത് ഐസിംഗ് ഓൺ ദ കേക്ക് ആയിട്ട് അബ്രഹാം ഖുറേഷിയുടെ ഒരു മാസ് ഡയലോഗ് അവിടെ ഉണ്ടാകണമായിരുന്നു. This deal is with the devil. ദിസ് ഡീൽ ഈസ് വിത്ത് ഡെവിൽ എന്ന ഒറ്റ ഒരു മാസ് ഡയലോഗ് മതിയായിരുന്നു സിനിമയെ വെരി ഗുഡിൽ നിന്ന് ഗ്രേറ്റിലേക്ക് മാറ്റാം. പിന്നെ ട്രെയിലർ കാണിച്ച ആ ഗൺ ഷോട്ട്, എന്തിനാണ് ആ ഡയലോഗ് എടുത്ത് മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെ തുടർന്ന് വന്ന ടൊവിനോ ആയിട്ടുള്ള സീൻസ് പോലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ദ ഡീൽ ഈസ് വിത്ത് ഡെവിൽ എന്ന ഒറ്റ ഒരു ഡയലോഗ് കൊണ്ട് സിനിമയെ എലിവേറ്റ് ചെയ്യുന്ന ഒരു ഗോൾഡൻ മിസ് തന്നെയായിരുന്നു. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.